റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 26-ാം ഭാഗം. പിൻസീറ്റിലിരുന്നിരുന്ന വെട്രി തിരിഞ്ഞിരുന്ന് ആനന്ദിയെയും രേഷ്മയെയും പാട്ടിയെയും കൊഞ്ഞനം കുത്തി കാണിച്ചു. നോക്കിയിരിക്കാതെ കൈകൊടുത്ത് വിരടി പാട്ടി രേഷ്മയോട് പറഞ്ഞു, "ഒന്ന് പോകെളവി, ഇത് 110cc സ്കൂട്ടറാ. അവന്മാരുടെ ബൈക്കിനെ ഇതുകൊണ്ട് ചേസ് ചെയ്യാൻ പറയുന്നു." രേഷ്മ പാട്ടിയെ വഴക്ക് പറഞ്ഞു. "എടി, നമ്മൾ തോറ്റു എന്നതിലല്ല കാര്യം, റേസിൽ പങ്കെടുത്തെന്നതിലാണ് കാര്യം." കിറുക്കു പിടിച്ച മൂദേവി അവിടെ മിണ്ടാതിരുന്നു. "ഇല്ലേ, ചവിട്ട് ഞാൻ ദൂരെ എറിയും." രേഷ്മ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. പാട്ടി തൻ്റെ പ്രോത്സാഹനം ഏറ്റില്ല എന്ന ഭാവത്തിൽ ചമ്മിയ മുഖവുമായി ഇരുന്നു. വസന്തനഗർ ബീച്ചിൽ 4-5 പേരൊഴികെ ബാക്കി വിജനമായിരുന്നു. "കോഫി വേണോ?" അവിടെ ഒരു പഴയ സൈക്കിളിൻ്റെ കരിയറിൽ വലിയൊരു ഫ്ലാസ്കുമായി നിന്നിരുന്ന ഒരു വൃദ്ധൻ അവരെ നോക്കി ചോദിച്ചു. "5 എടുത്തോ അണ്ണാ." പാട്ടി അയാളെ പരിചയമുള്ളതുപോലെ പറഞ്ഞു. അയാൾ പാട്ടിയെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ നെറ്റിയിൽ സംശയത്തിൻ്റെ വരകൾ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ആളെ മനസ്സിലാക്കിയതുപോലെ അയാൾ പുഞ്ചിരിച്ചു. "സുഖമാണോ പെണ്ണെ?" അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. "സുഖം അണ്ണാ, നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ. ഇവരൊക്കെ ആരാ?" അയാൾ സംശയത്തിൽ വെട്രിയെയും രേഷ്മയും ആനന്ദിയെയും റാമിനെയും നോക്കി ചോദിച്ചു. "എൻ്റെ മക്കളാ അണ്ണാ." പാട്ടി അവരെ 4 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. "കടവുള്ളി മക്കളല്ലേ?" ആ ചോദ്യം കേട്ടപ്പോൾ പാട്ടിയുടെ മുഖത്തും അയാളുടെ മുഖത്തും ഒരുപോലെ ചിരി പടർന്നു. വൃദ്ധൻ അവർക്ക് 5 പേർക്കും കോഫി കൊടുത്തു. "വർഷങ്ങളായി ഈ പരിസരത്ത് കോഫി വിൽക്കുന്നയാളാ കക്ഷി. താത്ത മരിക്കുന്നതുവരെ ചില രാത്രികളിൽ എന്നെ ഇവിടെ കോഫി കുടിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഞാനിവിടെ വരുന്നത്." "അതൊക്കെ വിട്, നമുക്ക് കടലമ്മ ഫ്രോഡ് കളിച്ചാലോ?" റാം വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. "ശരിയാ, ഈ ടൈമിന് കളിക്കാൻ നല്ല രസമായിരിക്കും. വാ." രേഷ്മ ആവേശത്തോടെ പറഞ്ഞു. കോഫി കുടിച്ച ഗ്ലാസ് വേസ്റ്റ് ബിന്നിലിട്ട ശേഷം അവർ കടൽത്തീരത്തേക്ക് പോയി. ആനന്ദി ഒഴികെ അവർ 4 പേരും പല അകലത്തിൽ "കടലമ്മ ഒരു ഫ്രോഡ്" എന്ന് തീരത്തായി എഴുതി വെച്ചു. എന്നിട്ട് മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൽ ആരുടെ എഴുത്താണ് ആദ്യം കടൽ മായ്ക്കുന്നതെന്ന് നോക്കി നിന്നു. ആനന്ദി അല്പം അകലെയായി മാറിയിരുന്ന് അവരുടെ കളികളും നോക്കിക്കൊണ്ട് ഫോണിൻ്റെ ബാറ്ററി ഊരിമാറ്റി സിം സ്ലോട്ടിൽ മറ്റൊരു സിം ഇട്ട് അതിൽ നിന്നും ഒരു നമ്പർ ഡയൽ ചെയ്തു. 2 വട്ടം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിരാശയോടെ അവൾ ബാറ്ററി ഊരി മാറ്റി പഴയ സിം തിരികെ ഇട്ടു. ഇതേസമയം ബാക്കിയുള്ളവർ 4 പേരും കളിയുടെ ശ്രദ്ധയിലായിരുന്നു. ആദ്യം വെട്രിയുടെയും പിന്നീട് പാട്ടിയുടെയും അതുകഴിഞ്ഞ് രേഷ്മയുടെയും എഴുത്തുകൾ കടൽ മായ്ച്ചു കളഞ്ഞു. "റാം, ഞാൻ ജയിച്ചേ" എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവി. കളി കഴിഞ്ഞ് അവർ 4 പേരും ആനന്ദിക്കൊപ്പം വന്നിരുന്നു. മണ്ണിന് ചെറിയ നനവുണ്ടായിരുന്നു. രേഷ്മയും വെട്രിയും കൂടി നനഞ്ഞ മണ്ണ് കണ്ടതും മത്സ്യകന്യകയുണ്ടാക്കാൻ തുടങ്ങി. പാട്ടി അവർ ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്ന് "മുഖം ഞാനുണ്ടാക്കാമെന്നും" പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം കൂടി. റാം തൻ്റെ സമീപത്തിരുന്ന ആനന്ദിയെ ഒന്ന് നോക്കി. അവൾ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ഇരിക്കുകയാണ്. "ഓയ് ആനന്ദി," അവൻ വിളിച്ചു. "എന്തോയ്, നീ എന്താ ഇത്ര നോക്കുന്നത്?" "റാം, ആ 2 നക്ഷത്രങ്ങളെ കണ്ടോ?" ആകാശത്തിലെ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി അവൾ ചോദിച്ചു. റാം നോക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രകാശമുള്ള ഒരു നക്ഷത്രത്തെ കണ്ടു. "ഹാ, കണ്ടല്ലോ. പക്ഷേ അതൊരെണ്ണമല്ലേ ഉള്ളൂ. എന്താ അതിൻ്റെ പ്രത്യേകത?" "അല്ല, അത് ഇരട്ട നക്ഷത്രങ്ങളാണ്. സിറിയസ് എ എന്നും സിറിയസ് ബി എന്നുമാണ് അവയുടെ പേര്. ഒന്നിന് തിളക്കം കൂടുതലായതുകൊണ്ട് പിന്നിൽ നിൽക്കുന്നതിനെ തിരിച്ചറിയാത്തതാ. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ദിവസവും ഇവയെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എത്ര നേരം നോക്കിയിരുന്നാലും മടുക്കില്ല. ചില മഴയുള്ള ദിവസങ്ങളിൽ കാർമേഘം വന്ന് മൂടിപ്പോയാലും കുറച്ച് സമയം കഴിയുമ്പോൾ അവ വെളിയിൽ വരും." അവൾ പറയുന്നതൊക്കെ കേട്ട് റാം പഴയൊരു കൂട്ടുകാരി ഓർത്തു. "എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ കാമുകൻ പട്ടാളത്തിലാണ്. ചിലപ്പോഴൊക്കെ ദിവസങ്ങളോളം അവർക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവനെ ശരിക്കും മിസ് ചെയ്യുമ്പോഴൊക്കെ അവൾ ഏതോ ഒരു നക്ഷത്രത്തെ നോക്കി ഇങ്ങനെ ഇരിക്കും. അവളെ മിസ് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു കോണിലിരുന്ന് അവനും അതിനെ ഇങ്ങനെ നോക്കും. അവർ തമ്മിൽ അദൃശ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നക്ഷത്രങ്ങളിലൂടെയാണെന്ന് അവൾ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നീ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും അങ്ങനെ എന്തൊക്കെയോ ആണ് തോന്നുന്നത്. അതാരാ നീ ദിവസവും മിസ് ചെയ്യുന്ന ആ ഒരാൾ?" റാം ആനന്ദിയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. "അതൊക്കെയുണ്ട്." അവൻ അവളെ നോക്കി കണ്ണുറുക്കിക്കാട്ടി. "ഞാനൊരു കാര്യം ചോദിച്ചാൽ കൃത്യമായി ഒരു മറുപടി തരുമോ?" അവൻ ചോദിച്ചത് കേട്ട് അവൾ നെറ്റി ചുളിച്ചു. "യെസ് ഓർ നോ മാത്രം മതി." "അറിയാവുന്ന കാര്യമാണെങ്കിൽ പറയാം റാം. നിനക്ക് ലവറുണ്ടോ?" അവൻ്റെ ചോദ്യം കേട്ട് അവൾ നിലത്തേക്ക് നോക്കിയിരുന്ന് ചിരിച്ചു. "പറ പ്ലീസ്." "നോ." അവൾ അത് പറഞ്ഞതും റാമിൻ്റെ മുഖം തെളിഞ്ഞു. അവൻ മുഖം ചരിച്ചു വെച്ച് എന്തോ നേടിയെടുത്ത രീതിയിൽ യെസ് എന്ന് സ്വയം പറഞ്ഞു. എന്നിട്ട് ആ നക്ഷത്രങ്ങളെ നോക്കി. "ആ നക്ഷത്രങ്ങൾക്ക് ശരിക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. എനിക്കും നോക്കിയിരുന്നിട്ട് മടുക്കുന്നില്ല." അവൻ പറഞ്ഞത് കേട്ട് അവൾ നക്ഷത്രങ്ങളെയും റാമിനെയും മാറി മാറി നോക്കി. അവൾക്ക് കാര്യം പിടികിട്ടിയ സന്തോഷത്തിൽ റാം അല്പം കൂടി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവൾ സംശയത്തിൽ അവനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ ഇളിച്ചു കാണിച്ചു. അവൾ ഒന്ന് മൂളിയിട്ട് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന രീതിയിൽ അവനെ തലവൽക്കി കാണിച്ചു. "വായോ, ഓടി വായോ, ഞങ്ങളുടെ മത്സ്യകന്യകയെ വന്ന് കൺകുളിർക്കെ കാണേ," വെട്രി വിളിച്ചു കൂവി. റാമും ആനന്ദിയും കൂടി അവിടേക്ക് ചെന്നു. അവരുണ്ടാക്കിയ മത്സ്യകന്യകയെ കണ്ട് അവരിരുവരും പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. പാട്ടി ഉണ്ടാക്കിയതുകൊണ്ട് മത്സ്യകന്യകയുടെ മുഖം സുന്ദരമായിരുന്നു. പക്ഷെ തൊട്ടു താഴെ 2 പർവ്വതങ്ങൾ പോലെ മുലകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതും രണ്ടും 2 സൈഡിൽ. പോരാത്തതിന് മത്സ്യകന്യകയ്ക്ക് ബീച്ചിൽ ആരോ ഉപേക്ഷിച്ചു പോയ നിക്കർ ഇട്ട് കൊടുത്തിരിക്കുന്നു. അത്രയും ദാരിദ്ര്യം പിടിച്ച മത്സ്യകന്യകയെ കണ്ടിട്ട് ആനന്ദിയും റാമും നിർത്താതെ ചിരിച്ചു. "എന്താണ് ഇവിടെ?" പിന്നിൽ നിന്നും ഗാംഭീര്യത്തോടുള്ള ചോദ്യം കേട്ട് അവർ 5 പേരും തിരിഞ്ഞു നോക്കി.
അയ്യോ പോലീസ്, രേഷ്മ അറിയാതെ പറഞ്ഞു. 2 പോലീസുകാർ അവരുടെ അടുത്തേക്ക് നടന്നെത്തിയിട്ട് അവരെയും ആ മത്സ്യകന്യകയും ഓരോ നോട്ടം നോക്കി. വെട്രി കാലുകൊണ്ട് മത്സ്യകന്യകയുടെ നിക്കർ ദൂരേക്ക് തോണ്ടി എറിഞ്ഞു കളഞ്ഞു. ഈ സമയത്ത് എന്താ ഇവിടെ നിൽക്കുന്നത്? അതിൽ 6 അടിക്ക് മുകളിൽ ഉയരം വരുന്ന ചെറുപ്പക്കാരനായ ഒരു പോലീസുകാരൻ അവരെല്ലാം നോക്കി ചോദിച്ചു. ഇവൾക്കൊരു സിനിമയുടെ ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെറുതെ ഈ വഴിക്ക് വന്നതാണ്, പാട്ടി രേഷ്മയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയത്തൊന്നും ഇവിടെയും അത്ര സേഫല്ല. അഥവാ നൈറ്റ് ടൈം ബീച്ചിൽ വന്നാലും കടലിലേക്ക് വരാതെ റോഡ് സൈഡിൽ ഇരിക്കണം, ഓക്കെ? അയാളത് പറഞ്ഞിട്ട് കൂടെയുള്ള പ്രായം ചെന്ന പോലീസുകാരനെയും കൂട്ടി അല്പം അകലെ കൂട്ടം കൂടിയിരുന്ന ചെറുപ്പക്കാരുടെ അരികിലേക്ക് നടന്നുപോയി. എങ്കിൽ പോയാലോ? പാട്ടി അവരോട് ചോദിച്ചു. നടന്നുപോയ പോലീസുകാരിൽ ചെറുപ്പക്കാരനായ ആൾ തിരികെ വന്ന് ഒരു നോട്ട്പാഡ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ എല്ലാം പേരുകളും അഡ്രസ്സും ഫോൺ നമ്പരും ഒന്ന് പറഞ്ഞേക്ക്. ആദ്യം റാം അവൻ്റെ പേരും ചെന്നൈ അഡ്രസ്സും ഫോൺ നമ്പരും പറഞ്ഞു കൊടുത്തു. തൊട്ടു പിന്നാലെ രേഷ്മയും അവളുടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. പാട്ടി അവരുടെ പേരും ആനന്ദിയുടെ പേരും വെട്രിയുടെ പേരും പറഞ്ഞു കൊടുത്ത ശേഷം 3 പേരുടെയും അഡ്രസ്സ് ഒന്നാണെന്ന് പറഞ്ഞു. ശരി, ഇനി പോയിക്കോളൂ. അഡ്രസ്സ് ഫോൺ നമ്പരുമെല്ലാം എഴുതിയെടുത്ത ശേഷം അയാൾ പറഞ്ഞു. എന്തിനു ഇവർക്ക് ഇതൊക്കെ? തിരിച്ച് റോഡിലേക്ക് നടക്കുന്നതിനിടയിൽ റാം ചോദിച്ചു. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, വെട്രി പറഞ്ഞു. ഞാൻ നൈസായിട്ട് ഫോൺ നമ്പർ തെറ്റിച്ചാ കൊടുത്തത്. ചെറുപ്പക്കാരനല്ലേ, പോരാത്തതിന് പോലീസുകാരനും. ചിലപ്പോൾ ശല്യമാകും, രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർക്കതല്ലേ പണി. അഥവാ നിന്നെ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ പിന്നെ ഒന്നും നോക്കരുതടി, അവനെ അങ്ങ് കുടുക്കി കെട്ടിക്കോണം, വെട്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സിനിമയിൽ കയറട്ടെ, ആണുങ്ങൾ എൻ്റെ മുന്നിൽ ക്യൂ നിൽക്കും, രേഷ്മ തിരിച്ചടിച്ചു. അതിനാണെങ്കിൽ നിനക്കൊരു ടാസ്ക് മാസ്ക് കൗണ്ടർ ജോലിക്ക് കയറിയാൽ പോരെ? ഫുൾ ടൈം നിൻ്റെ മുന്നിൽ ആണുങ്ങളുടെ ക്യൂ ആയിരിക്കും. നിന്നെപ്പോലെ ഒരു കുമ്മണാമൂഞ്ചിയോട് സംസാരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. രേഷ്മ വണ്ടിയുടെ മിററിൽ തൂക്കിയിട്ടിരുന്ന ഹെൽമെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അല്ല, എന്താ ഈ കുമ്മണാമൂഞ്ചി? റാം സംശയത്തോടെ ചോദിച്ചു. ആർക്കറിയാം, അവൾ തന്നെ കണ്ടുപിടിക്കുന്ന ഓരോ തെറികളാ, വെട്രി പുച്ഛത്തിൽ പറഞ്ഞു. അപ്പോൾ അടുത്ത പ്ലാൻ എന്താ? ആനന്ദിയും അവളുടെ വണ്ടിയിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഈ സാധനത്തിനെ വീട്ടിൽ കൊണ്ടുവിടുമല്ലോ, ഞാൻ റാമിനെ കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് വന്നോളാം, ഗേറ്റ് പൂട്ടണ്ട, വെട്രി പാട്ടിയെയും ആനന്ദിയെയും നോക്കി പറഞ്ഞു. റാമിന് ഇന്ന് വെട്രിക്കൊപ്പം കിടന്നുകൂടെ? പാട്ടി ചോദിച്ചു. ഇല്ല പാട്ടി, റൂമിലെ ചേട്ടനോട് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞുപോയി. നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു താമസമെങ്കിൽ എന്ത് നന്നായനെയല്ലേ. ഇനി എന്തായാലും എല്ലാവരും ശനിയാഴ്ച ഒന്നിച്ച് കാണാം, പാട്ടി പറഞ്ഞു. രേഷ്മയും ആനന്ദിയും പാട്ടിയും യാത്ര പറഞ്ഞു പോയതും വെട്രി റാമിനെയും കൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. കിരൺ സാധാരണ കയറാറുള്ള ബാൽക്കണി വഴിയാണ് റാം ഫ്ലാറ്റിൽ കയറിപ്പറ്റിയത്. പിറ്റേന്ന് കാലത്ത് റാം ഉണരുമ്പോൾ ഫോണിൽ ആനന്ദിയുടെ ഒരു മിസ്ഡ് കോൾ കിടപ്പുണ്ടായിരുന്നു. അതിനൊപ്പം എഴുന്നേൽക്കുമ്പോൾ വിളിക്കാമോ എന്ന മെസ്സേജും. കിരൺ നേരത്തെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുകയായിരുന്നു. റാം ആനന്ദിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ആനന്ദി, ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് എഴുന്നേറ്റത്? അത് സാരമില്ല റാം, എനിക്കൊരു സഹായം ചെയ്യാമോ? ഞാൻ ഇന്നൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ഏരിയയിലാണ്. നീ ഒന്ന് അവിടം വരെ പോകാമോ? അഡ്രസ്സ് ഞാൻ മെസ്സേജ് ചെയ്യാം. ഞാനവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇയാളൊന്നും ചെയ്യുകയൊന്നും വേണ്ടടോ, അവർ കുറച്ച് ക്യാഷ് തരും, അത് വാങ്ങി എന്നെ ഏൽപ്പിച്ചാൽ മാത്രം മതി. എൻ്റെ വണ്ടി കേടായി, ഞാനിപ്പോൾ വർക്ക്ഷോപ്പിൽ നിൽക്കുക. ബസ്സിലോ ഓട്ടോയിലോ അവിടെ വരെ വന്നിട്ട് കൃത്യസമയത്ത് കോളേജിലെത്താൻ പ്രയാസമാണ്. ഇയാൾക്ക് ബുദ്ധിമുട്ടാകുമോ? എന്ത് ബുദ്ധിമുട്ട്? നീ അഡ്രസ്സ് അയക്ക്, നമുക്ക് കോളേജിൽ വെച്ച് കാണാം. താങ്ക്സ് റാം, ബായ്. റാം മുഖം കഴുകി അടുക്കളയിൽ പോയി കിരണിനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വേഗം റെഡിയായി ബിനീഷേട്ടൻ്റെ ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആനന്ദി കൊടുത്ത അഡ്രസ്സ് കണ്ടുപിടിക്കാൻ അവൻ അല്പം പ്രയാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗിണ്ടിയിലെത്തുമ്പോൾ അവൻ്റെ സ്ഥിരം ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മല്ലിയെയും അവിടെയെങ്ങും കണ്ടില്ല. മല്ലി പോയോ? അവൻ സമൂസ വിൽക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ ചോദിച്ചു. അവൾക്ക് വയ്യ മോനെ, അവർ വിഷമത്തിൽ പറഞ്ഞു. വയ്യേ? പെട്ടെന്ന് എന്ത് പറ്റി? അതൊക്കെ ഇടയ്ക്കുള്ളതാ. അവളെ ഇന്നലെ പോലീസുകാർ കൊണ്ടുപോയി നന്നായിട്ട് ഉപദ്രവിച്ചെന്ന് അവളുടെ കൂട്ടുകാർ പറഞ്ഞത്. അമ്മച്ചിക്ക് മല്ലി താമസിക്കുന്ന സ്ഥലം അറിയുമോ? അവൻ ചോദിച്ചു. അതറിയാനും മാത്രമൊന്നും ഇല്ല. ആ കത്തിപ്പാറ പാലത്തിൻ്റെ താഴെയാ ഇവരുടെയൊക്കെ താമസം. ശരിയെന്നാ. അവൻ തിരികെ റെയിൽവേ പാലത്തിലേക്ക് ഓടിക്കയറി. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ കത്തിപ്പാറ പാലം എത്തും. റാം തെരുവിലെ കച്ചവടക്കാരുടെ ഇടയിലൂടെ നടന്ന് പാലത്തിൻ്റെ താഴെ ചെന്നു. പല നിറത്തിലെ സാരികൾ കെട്ടിമറിച്ച് മുറികൾ പോലെ തിരിച്ചിട്ടുള്ളതിൽ ഒന്നിലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അവൻ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഒരു തൂണിൻ്റെ ഭിത്തിയോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന സാരി മുറിയിൽ ആരോ കിടക്കുന്നതായി കണ്ടു. ആ തൂണിൻ്റെ സമീപം ഓട വൃത്തിയാക്കുന്ന ആളുകൾ കരിപോലെ കറുത്ത നിറമുള്ള ചെളിയും മാലിന്യങ്ങളും വാരി ഒരു കൂന പോലെ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഓടയ്ക്കരികിൽ അത്രയും സ്ഥലമുണ്ടായിരുന്നിട്ടും കൃത്യം ആ സാരി മുറികളുടെ അരികിൽ തന്നെ ചെളിവാരി വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അതും അവരോട് ചെയ്യുന്ന ദ്രോഹം പോലെ അവന് തോന്നി. അത്രയ്ക്കും അസഹനീയമായിരുന്നു അതിൻ്റെ ദുർഗന്ധം. അവൻ ആള് കിടക്കുന്നത് കണ്ട സാരി മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് പായയിലായി മല്ലി കിടക്കുന്നത് കണ്ടു. അവൾ കിടക്കുന്നതിന് സമീപത്തെ തൂൺ ഭിത്തിയിൽ ഗണപതിയുടെയും തമിഴ്നാടൻ വിജയിയുടെയും നയൻതാരയുടെയും ഫോട്ടോകൾ
ഒട്ടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. മല്ലി അവൻ നീട്ടി വിളിച്ചു. അപ്രതീക്ഷിതമായി റാമിനെ കണ്ടതും അവൾ കിടന്നുകൊണ്ട് തന്നെ ചിരിച്ചു. അവളുടെ ചുണ്ടുകളിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. മുഖമെല്ലാം അടികൊണ്ടതുപോലെ വീങ്ങിയിരുന്നു. എന്താണിതൊക്കെ? അവൻ വിഷമത്തോടെ അവൾക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു. പോലീസുകാരുടെ ഭാര്യമാരെക്കാളും സൗന്ദര്യം എനിക്കായിപ്പോയി റാം. ഇല്ലേൽ അവരുള്ളപ്പോൾ അവന്മാർ എന്നെ തേടി വരുമോ? അവൾ വരുത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ, നമുക്ക് ആശുപത്രിയിൽ പോകാം, അവൻ പറഞ്ഞു. എന്തിന്? ഇതൊക്കെ ഞങ്ങൾക്ക് സർവ്വസാധാരണമാ. 2 ദിവസം കഴിഞ്ഞാൽ ശരിയായിക്കോളും, മല്ലി ലാഘവത്തോടെ പ്രതികരിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ച് പരാതി കൊടുത്തുകൂടെ? എന്ത്? അവരെപ്പറ്റി അവരോട് തന്നെ പരാതിപ്പെടാനോ? പോലീസിലല്ല, മന്ത്രിമാർക്കോ കളക്ടർക്കോ ഒക്കെ. എൻ്റെ റാം, ഞങ്ങളിൽ ആരെങ്കിലും റോഡിൽ മരിച്ചു കിടന്നാലും തെരുവ് പട്ടി ചത്താൽ കൊടുക്കുന്ന വില പോലും ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആരും വരില്ല. അഥവാ സംസാരിച്ചാലും ആരും കേൾക്കാനും പോകുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് തരമുള്ളൂ. റാം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ ചെന്നൈ വിടുവല്ലേ? പോകും മുമ്പ് ഒരവസാന ഓർമ്മയായിട്ട് ഇതുകൂടി ഇരിക്കട്ടെ, അവൾ ചിരിച്ചു. അല്പനേരം അവൾക്കൊപ്പം ഇരുന്ന ശേഷം മല്ലിക്ക് വൈകിട്ട് വരെ കഴിക്കാനുള്ള ആഹാരവും വാങ്ങിക്കൊടുത്ത ശേഷമാണ് റാം തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. കോളേജിലേക്ക് എത്തുമ്പോൾ സമയം 10:30 കഴിഞ്ഞിരുന്നു. എന്തുപറ്റി ലേറ്റായേ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, റാമിനെ കണ്ടതും ആനന്ദ് ചോദിച്ചു. ഞാൻ പൈസയുമായി കടന്നു കളഞ്ഞുവെന്ന് കരുതിയോ? റാം ബാഗിൽ നിന്നും പണം വെച്ച കവർ എടുത്ത് ആനന്ദിക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടോ, അവൾ ആ കവർ തൻ്റെ സൈഡ് ബാഗ് എടുത്ത് അതിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. മല്ലി ഇന്നലെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിച്ചു. അവളെ കാണാൻ പോയതാ. ഓ, എന്നിട്ട് എങ്ങനെയുണ്ട് പുള്ളിക്ക്? കുഴപ്പമില്ല. എന്നാൽ ശരി, ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ, ബ്രേക്കിന് കാണാം, അവൻ പടികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, ക്ലാസ്സിൽ ദയാലൻ സാറാണ്. ലേറ്റായതിന് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി കേട്ടോ. പുള്ളിക്ക് അതൊക്കെ മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ റാമിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അവനൊന്ന് മൂളിയ ശേഷം മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. ദയാലൻ സാർ മോഡേൺ സിനിമയെപ്പറ്റി ക്ലാസ് എടുക്കുകയായിരുന്നു. റാം കയറി ചെന്നപ്പോൾ അയാൾ അവനോട് ലേറ്റായ കാരണം തിരക്കി. ഞാനൊരു ട്രാൻസ്ജെൻഡറിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ പോയിരിക്കുകയായിരുന്നു സാർ. റാം പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ അവനെ സംശയത്തിൽ നോക്കി. നീ എന്നെ കളിയാക്കുകയാണോ? അല്ല സാർ, അവളെൻ്റെ ഫ്രണ്ടാണ്. സുഖമില്ലാത്ത കാര്യം അറിഞ്ഞപ്പോൾ കാണാൻ പോയതാണ്. ശരി, എങ്കിൽ ഉച്ചവരെ എൻ്റെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. രേഷ്മയും വെട്രിയും പിൻസീറ്റിൽ റാമിനെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു.